നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറുമായിട്ട് റയൽ മാഡ്രിഡ് കരാറ് പുതുക്കി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു. ചെറിയ കാലത്തേക്കല്ല, 2032 വരെ 6 വർഷത്തേക്കാണ് ഇപ്പോൾ കരാറ് പുതുക്കിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വിനി ജൂനിയർ നേടിയ നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കാദ്യം റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. അതിൽ പറയുന്നത്, Real Madrid CF and Vinny Jr. have agreed to extend our player's contract, keeping him with the club until June 30th, 2032. 2032 ജൂൺ 30 വരെ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയുന്ന രൂപത്തിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വിനി ജൂനിയർ റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുന്നത് 2018 ജൂലൈയിലാണ്. അദ്ദേഹത്തിൻ്റെ 18ാം വയസ്സിൽ. പിന്നീടുള്ള 8 സീസണുകളിൽ അദ്ദേഹം 375 മത്സരങ്ങൾ റയലിനായിട്ട് കളിച്ചു, 128 ഗോളുകൾ നേടി. അതോടൊപ്പം തന്നെ 14 കിരീടങ്ങൾ ചൂടുകയുണ്ടായി. 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 3 ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ, 2 യുവേഫ സൂപ്പർ കപ്പുകൾ, 3 ലാലിഗ കിരീടങ്ങൾ, ഒരു കോപ്പ ഡെൽ റേ കിരീടം, 3 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടങ്ങൾ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ കിരീട നേട്ടങ്ങളിലെല്ലാം വളരെ ക്രൂഷ്യലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ കളി, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഗോളുകൾ. അദ്ദേഹം റയൽ മാഡ്രിഡിനായിട്ട് കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ഗോളടിച്ചിട്ടുണ്ട്. അത് 14ാമത്തെ കിരീടം 2022 പാരീസിൽ വെച്ച് നേടുമ്പോൾ, 15ാമത്തെ കിരീടം 2024 ലണ്ടനിൽ വെച്ച് നേടുമ്പോൾ ഫൈനലുകളിൽ അദ്ദേഹം ഗോളടിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിലുള്ള സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് 2024 നേടുകയുണ്ടായി. അതുപോലെ തന്നെ 2024 ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. 2023-24 ചാമ്പ്യൻസ് ലീഗിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 2022 ഗോൾഡൻ ബോൾ വിന്നർ, ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നറായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദി 2021-22 ചാമ്പ്യൻസ് ലീഗ്, ആ സീസണിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം, ചാമ്പ്യൻസ് ലീഗിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2024 ഫിഫ വേൾഡ് ലെവലിൽ ഇടം പിടിച്ചു. ഫിഫ ഫിഫ് പ്രോ വേൾഡ് ലെവലിൽ 2023-ലും 24-ലും ഇടം പിടിച്ചു. 3 തവണ ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസണിൽ അദ്ദേഹം ഇടം പിടിച്ചു. വിനി ജൂനിയർ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറും വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പീരീഡ്സ് ഇൻ അവർ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് വിനി ജൂനിയർ മാറിയിട്ടുണ്ട് എന്നുകൂടി റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് വിനിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനിലേക്ക് പോയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എന്ത് സംഭവിച്ചു, കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വിനിയെ എന്തായാലും നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്നത് ഫ്ലോറന്റീനോ പെരസാണ്. അത്രയധികം അദ്ദേഹം വിനിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. പിന്നെ കോച്ച് ജോസെ മൊറീഞ്ഞോയും ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിരുന്നു. വിനിയെ കൈവിടരുത്, വിനിയെ തനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം കൃത്യമായ സന്ദേശം റയലിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കൊടുത്തു. വിനിയും അങ്ങനെ തന്നെ അവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആഴ്സണൽ ഇൻട്രസ്റ്റ് ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ വിനി റയലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മികച്ച ഓഫർ തന്നെ റയലും കൊടുത്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.